കേരളീയരുടെ രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റത്തിന് അടിത്തറയായത് ആഴമേറിയ വായനാ സംസ്കാരമാണെന്ന് മുൻ എം.എൽ.എ. പ്രൊഫസർ കെ.യു. അരുണൻ. കേരളീയരുടെ രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റത്തിന് അടിത്തറയായത് ആഴമേറിയ വായനാ സംസ്കാരമാണെന്ന് മുൻ എം.എൽ.എ. പ്രൊഫസർ കെ.യു. അരുണൻ പറഞ്ഞു. എടത്തിരുത്തി കെ.സി. കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന കൊടുങ്ങല്ലൂർ താലൂക്ക് തല വായനാ പക്ഷാചരണ സമാപന സമ്മേളനത്തിൽ ഐ.വി. ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഗ്രാമങ്ങളിലെ ഗ്രന്ഥശാലകൾ വായനയെ ജനകീയമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നും ഗ്രന്ഥശാലകളെ ഏകോപിപ്പിച്ച് സംസ്ഥാനത്തുടനീളം വായനാ സംസ്കാരം വളർത്തുന്നതിൽ കേരള ലൈബ്രറി കൗൺസിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ വിശ്വനാഥൻ മങ്ങാട്ട് രചിച്ച ദ സൺഫ്ലവർ മെഡോസ് ഓഫ് ഈസാൻപൂർ എന്ന ഇംഗ്ലീഷ് നോവൽ എഴുത്തുകാരൻ യു.കെ. സുരേഷ് കുമാറിന് നൽകി പ്രകാശനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം.എസ്. മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ടി.കെ. ചന്ദ്രബാബു, പി.എൻ. ദേവിപ്രസാദ്, എൻ.എസ്. ജയൻ, ടി.എൻ. അജയകുമാർ, എ.വി. സതീഷ്, വിശ്വനാഥൻ മങ്ങാട്, രതീഷ് രാധാകൃഷ്ണൻ, കെ.എ. കൊച്ചുമോൻ, പി.എ. ഷമീർ എന്നിവർ സംസാരിച്ചു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു അന്വേഷണമൊക്കെ വരുന്നുണ്ട്. എല്ലാ രസമാണ് ജീവിതം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ ഏതൊരാൾക്ക് സമ്മാനം കൊടുക്കുന്നതിന് മുമ്പും അത് സി.വി. ശ്രീരാമനായാലും ഒക്കെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കേരളത്തിലെ ആൾക്കാർ ഞാൻ ഈ ഫീൽഡിനെ കുറിച്ചുള്ള കാരണമൊക്കെ എന്നോട് കുറേശ്ശൊക്കെ ചോദിക്കും. ഒരാൾക്കും കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ട. ഞാനും ഒരു സിനിമ നിർമ്മിച്ചു, അതിനും കിട്ടി വടക്ക് നോക്കിയന്ത്രം അവാർഡ്. പക്ഷെ അപ്പോഴേക്കും സാധനമൊക്കെ പലരുടെ കയ്യിലേക്ക് പോയി. നമ്മുടെ കുറെ കാശും പോയി എന്ന് പറഞ്ഞു. വേറെ 1379 അതുകൊട്ടെ അതൊന്നല്ലല്ലോ വിഷയതല്ല. അത് ഞാൻ പറഞ്ഞത് വിഷയതല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇതൊക്കെയാണ് വിഷയം. ഇതൊക്കെയാണ് വിഷയം. ഇതൊക്കെയാണ് ജീവിതം. സാഹിത്യകാരന്മാർ അത് പുരോഗമനായാലും വരുമില്ല, ലൈബ്രറി പ്രവർത്തകന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ നടക്കുകയാണ്. കിട്ടുന്നിടത്തുനിന്ന് കഞ്ഞി കുടിക്കും, അവിടെ കിടന്നുറങ്ങും.